ഭീകര സംഘടനയായ ലഷ്കർ ഇ തയ്ബയിൽ കൂട്ടഅടിയെന്ന റിപ്പോർട്ട്. സമീപകാലത്ത് സംഘടന സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയാണ് മുതിർന്ന നേതാക്കൾ തമ്മിലടിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലഷ്കറിന് വലിയ നഷ്ടമുണ്ടായി. IS-ഉം സൈന്യവും തങ്ങളെ സംരക്ഷിച്ചില്ലെന്നും വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, തമ്മിലടിച്ച കൊലം മുടിയുമോ? എന്താണ് ലഷ്കർ ഇ തയ്ബയിൽ സംഭവിക്കുന്നത്? ഈ പാക് ഭീകര സംഘടന ലഷ്കർ എ തൊയ്ബ പിളർപ്പിലേക്കെന്നാണ് അനിൽ നമ്പ്യാർ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അടുത്ത കാലത്ത് സംഘടന സ്വീകരിച്ച ചില തീരുമാനങ്ങളെ ചൊല്ലി മുതിർന്ന നേതാക്കൾക്കിടയിൽ ചില കടുത്ത ഭിന്നത നിലനിൽക്കുന്നു എന്നാണ് വിവരം പുറത്തുവരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലഷ്കറിന് വലിയ തോതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. ISIയും പാക് സൈന്യവും തങ്ങളെ വേണ്ടവിധം സംരക്ഷിച്ചില്ലെന്ന വികാരം സംഘടനയ്ക്കുള്ളിൽ ശക്തവുമാണ്. താലിബാൻ, തെഹ്രീക്ക് താലിബാൻ, അതോടൊപ്പം തന്നെ ബലൂച്ച് നാഷണലിസ്റ്റ് ആർമി എന്നിവർക്കെതിരെ ലഷ്കർ എ തൊയ്ബയെ ഉപയോഗിക്കാനുള്ള സൈന്യത്തിന്റെയും ISIയുടെയും തീരുമാനവും ഈ പ്രശ്നത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചൈനയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഈ സംഘടന വഴങ്ങുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. താലിബാനോട് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ലഷ്കർ പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ നടപടിയെടുക്കുന്നതിൽ കടുത്ത രോഷത്തിലാണ്. നേരത്തെ ചോദിച്ചതുപോലെ തമ്മിലടിച്ച് തീരാനുള്ള സാധ്യത കൂടുതലാണ്. പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തയ്ബയിൽ കൂട്ടഅടിയെന്ന റിപ്പോർട്ട്. സമീപകാലത്ത് സംഘടന സ്വീകരിച്ച നിലപാടുകൾക്കെതിരെയാണ് മുതിർന്ന നേതാക്കൾ തമ്മിലടിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലഷ്കറിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.